ഞങ്ങൾ ആ സിന്ധുവിന്റെ വാക്കുകൾ കേട്ടത്. ഒരു പാവപ്പെട്ടവന് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ് എന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ പാവങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയാൽ അവർക്കൊരു സഹായവും കിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് അങ്ങനെ കൈകഴുകി കളയാൻ കഴിയില്ല. എല്ലാ മെഡിക്കൽ കോളേജിലെ സ്ഥിതി ഇതാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സർക്കാർ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല. രോഗികളെ കൊണ്ട് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്നു. എല്ലാ സാധനങ്ങളും, ഓക്സിജൻ സിലിണ്ടർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. സിന്ധു ഞങ്ങളോട് പറഞ്ഞു. അവര് വളരെയേറെ പ്രയാസപ്പെട്ട് തന്റെ ഭർത്താവുമായി പോയിട്ട് കേൾക്കാനും കാണാനും ആയില്ല. ആ വോയിസിൽ പറയുന്നത് പോലെ ഒരു നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അദ്ദേഹത്തെ നോക്കിയില്ല. ഇവരൊക്കെ മനുഷ്യരാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവര് മനുഷ്യരാണോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു പാവപ്പെട്ട രോഗി, അതും ഹൃദ്രോഗം മൂലം സീരിയസ് ആണെന്ന് കൊല്ലത്തുനിന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയതാണ്. തിരിഞ്ഞു നോക്കിയില്ലോ ഒരു ഡോക്ടർമാരും. അതിനൊരു എൻജിയോഗ്രാം ചെയ്തിരുന്നെങ്കിൽ അറിയാമായിരുന്നല്ലോ എന്താ സാഹചര്യമെന്ന്. ഇത്രയും മനസ്സാക്ഷിയില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ നടപടിയുണ്ടാകണം. ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. ആ സിന്ധു എന്ന് പറയുന്ന അവര് പറയുന്നത് കേട്ട് ഞങ്ങൾ മരവിച്ച് നിൽക്കുകയായിരുന്നു അവിടെ. ഇങ്ങനെയാണോ നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ചെയ്യേണ്ടത്? ഏത് സംഭവം ഉണ്ടായാലും ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ടുവന്ന്, അത് ആ ഡോക്ടർ ചികിത്സിച്ചിട്ട് പോലും കാണില്ല രോഗിയെ, ആ ഡോക്ടറെ കൊണ്ടുവന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നു, പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഇന്ന് തന്നെ കൊണ്ടുവന്നത് കാർഡിയോളജി വിഭാഗം മേധാവിയെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഈ രോഗിയെ ചികിത്സിച്ചിട്ടില്ല. രോഗിയെ കണ്ടിട്ട് പോലുമില്ല. ഒരു രോഗിയും യഥാർത്ഥത്തിൽ ഒരു നല്ല ഡോക്ടറും അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കേസ് നോക്കിയിട്ടില്ല. അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇതെന്താണ് നടക്കുന്നത്? എല്ലാ സംഭവങ്ങൾക്കും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏത് സംഭവം ഉണ്ടായാലും ഇങ്ങനെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഈ റിപ്പോർട്ടുകൾക്ക് മേലിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെന്ന് ഒരു സംഭവത്തിലും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ സംഭവത്തിലും ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല. മെഡിക്കൽ കോളേജിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞു വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിലുള്ളത്. ഇത്രയും ഗതികെട്ട ഒരു ആരോഗ്യ വകുപ്പിനെ ഞാൻ ഒരു കാലത്തും കണ്ടിട്ടില്ല. സർക്കാർ കണ്ണടക്കുകയാണ്. ഈ പാവങ്ങൾ, ഇതൊക്കെ പാവങ്ങളാണ്. മെഡിക്കൽ കോളേജിൽ പോകുന്ന ആരാ? വലിയ വലിയ ആശുപത്രിയിൽ പോകാൻ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത പാവങ്ങളല്ലേ പോകുന്നേ. അവിടെ ചെല്ലുന്ന പാവങ്ങൾക്ക് ഒരു നീതിയും കിട്ടുന്നില്ല. ഇങ്ങനെയാണോ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രവർത്തിക്കേണ്ടത്? എന്ത് റിപ്പോർട്ട്, ആരുടെ റിപ്പോർട്ടാണ് വാങ്ങേണ്ടത്? എന്തിനാണ് ഇതൊരു ഉദാഹരണം നമ്മൾ അറിഞ്ഞതാണ്. ഇനി അറിയാത്ത എത്രയോ പാവങ്ങളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നരകിക്കുന്നത്. ഒരു സഹായവും കിട്ടുന്നില്ല ആർക്കും. ഇത്ര ഗതികെട്ട ഒരവസ്ഥയാണ് ആരോഗ്യ വകുപ്പ്. പോകുന്ന വഴിക്കാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉള്ളത്. അവിടെ പോലും അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പക്ഷേ ഉദ്ഘാടനങ്ങളൊക്കെ ഓരോ ആഴ്ചയും നടക്കുന്നുണ്ട്. ഉദ്ഘാടനവും കോൺക്ലേവും മാത്രമേ ഇന്ന് കേരളത്തിൽ നടക്കുന്നുള്ളൂ. പാവപ്പെട്ടവന്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. ആളുകളെ കബളിപ്പിക്കാനുള്ള PR വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാവത്തിന്റെ സ്ഥിതി ഞങ്ങൾക്ക് മരവിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇത്രയും ദാരുണമായി എല്ലാവരും പില്ലർ ടു ദ പോസ്റ്റ് എന്ന് പറയുന്ന പോലെ അവരെല്ലായിടത്തിലും പോയി കെഞ്ചി പറഞ്ഞു, എന്റെ ഭർത്താവിനെ ഒന്ന് നോക്ക്, എന്റെ ഭർത്താവിനെ ഒന്ന് എൻജിയോഗ്രാം ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കാൻ പോലും ആരുമില്ലായിരുന്നു. അവരെ വളരെ മോശമായി അവർക്ക് ട്രീറ്റ്മെന്റ് ആണ് അവിടെ ലഭിച്ചത്. എന്തെങ്കിലും സഹായം ഈ കുടുംബത്തിന് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല? സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് മാത്രമല്ല, ഇത് ആദ്യം ഒന്ന് വിശദമായൊരു അന്വേഷണം നടക്കണം. ഇത് കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കണം. ഒന്ന്. രണ്ട്, ഷിബു ബേബിക്കും അത് ഞങ്ങൾ ആലോചിച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളുടേതായ നിലയിൽ ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യും. സർക്കാർ ഈ കുടുംബത്തെ ഏറ്റെടുക്കണം. അവർക്ക് അവരുടെ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കാം. ഒരു വിദ്യാഭ്യാസം ഉള്ള സ്ത്രീയാണ്. അവർക്ക് വേണമെങ്കിൽ ജോലി കൊടുക്കാൻ കഴിയുന്നതാണ്. ഞങ്ങളെ കൊണ്ട് കഴിയാമെന്ന് ഞങ്ങൾ ആലോചിച്ച്, ഷിബു ബേബി ജാൻ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, സിന്ധു തന്നെ പറഞ്ഞിട്ടുണ്ടാവും, പല ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ അവരെ കുറ്റക്കാരിക്കൊണ്ട് കേസെടുക്കണം. അത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ശക്തമായ നടപടി ഉണ്ടാകണം. അവരുടെ പേരിൽ കേസ്, സത്യത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സംഭവമാണിത്. ഒരു പാവപ്പെട്ടവനെ നെഞ്ചിനുവേനയായിട്ട് ആശുപത്രിയിൽ ചെന്നാൽ അയാളുടെ ഡെഡ് ബോഡി കൊണ്ടുവരേണ്ട അവസ്ഥ. അത് കൊലപാതകമല്ലേ, പിന്നെ എന്താണ്? ഇതാണോ നമ്മുടെ സംസ്ഥാനത്ത് നടക്കേണ്ടത്? വളരെ വേദനയുണ്ടായ സംഭവമാണ്. അതുകൊണ്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന്
ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടെ അങ്ങോട്ട് തന്നെ, അതായത് ഇന്ന് പുറത്തുനിന്നൊരു വാർത്തയാണ്, ഈ മന്ത്രിസഭയ്ക്കുള്ളിൽ ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും തമ്മിൽ